UDFന്റെ കോട്ട പിടിച്ചെടുത്തുകൊണ്ടാണ് 2021 അരുവിക്കരയുടെ MLA ആയി ജി സ്റ്റീഫൻ എത്തുന്നത്. അത് ഇത്തവണയും തുടരുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ LDF സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ തന്നെയാണ് കൂടെയുള്ളത്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ? 100% ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ആളുകളുടെ ഈ പ്രചരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളുടെ ഒരു മനോഭാവമൊക്കെ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ 5 വർഷം പൂർണ്ണമായി അവരിൽ അലിഞ്ഞു ചേർന്ന് പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയാണ്. മണ്ഡലം വിട്ട് ഒരു കാര്യത്തിന് എങ്ങോട്ടും പോകാതെ ജനങ്ങളോടൊപ്പം തന്നെ പൂർണ്ണമായും ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞു. അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി, പൊതുകാര്യങ്ങളിലെല്ലാം പങ്കാളിയായി, ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങളും വികസന സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ ഈ 60 മാസവും നടത്തിയത്. അതുകൊണ്ട് തന്നെ MLA എന്നുള്ള നിലയിൽ എനിക്കെതിരായി എന്തെങ്കിലും പറയാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് 100% അല്ല പറയുന്നത്. ചില കാര്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അത് ഒരു 5 വർഷത്തിനകത്ത് നമുക്കെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയില്ല. എന്നാൽ 5 വർഷത്തിനകത്ത് നമ്മുടെ പ്രവർത്തന പുരോഗതി വളരെയേറെയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 59 സർക്കാർ സ്കൂളുകളാണ് അരുവിക്കര മണ്ഡലത്തിലുള്ളത്. അതിൽ 29 സർക്കാർ സ്കൂളുകൾക്കും പുതിയ മന്ദിരം നിർമ്മിക്കുന്നതിന് പണം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരു ഉദാഹരണമാണ്. ഓണക്കാട് ലയങ്ങളുടെ മേൽക്കൂര മാറ്റുന്ന പ്രോജക്റ്റ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ലയങ്ങൾ അവിടുത്തെ നിർധനരായ തൊഴിലാളികളെ സഹായിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. അതേപോലെ തന്നെ ചെയ്ത റോഡുകളെല്ലാം BMNBC നിലവാരത്തിലാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ മണ്ഡലത്തിൽ ഒരു കാലഘട്ടത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ ഒരു വലിയ ചർച്ചയായിരുന്നു. അതിന് വലിയ പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു. 6 പാലങ്ങളുടെ പണിയാണ് ആരംഭിക്കാൻ വേണ്ടി നമുക്ക് ഇതിനകം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഇന്നലകളിൽ ഇത് നടന്നില്ലല്ലോ, ഇപ്പോഴല്ലേ അത് നടന്നുള്ളൂ. അത് ജനങ്ങൾ ചർച്ച ചെയ്യും. പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ, വോട്ടർമാർ ചർച്ച ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന്റെ തുടർച്ച ഉണ്ടാവുന്നുള്ളത് തന്നെയാണല്ലേ? അതിന്റെ തുടർച്ച ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പോ എതിര് നിൽക്കുന്ന ആൾക്കാര് ചെറുതല്ല, വലിയ കരുത്തരായ ആളുകളാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഈ ഭൂരിപക്ഷം കുറയാനോ അങ്ങനെയുള്ള ഒരു സാധ്യത അങ്ങനെ ഉണ്ടോ? അങ്ങനെ എതിരാളി ശക്തനാണ് എന്നുള്ളൊരു എതിരാളി ശക്തനോ അശക്തനോ എന്ന് നിശ്ചയിക്കുന്നത് ജനങ്ങളുടെ വോട്ട് വന്നാലേ നമുക്കത് പറയാൻ പറ്റും. എതിരാളി ശക്തനോ അശക്തനോ? ശക്തനാണെങ്കിൽ എതിരാളികളുടെ പട്ടികയിലുള്ള ചിലരെങ്കിലും തോറ്റുപോയിട്ടുള്ളവരുണ്ടല്ലോ. ശക്തരെങ്ങനെയാ തോക്കുന്നത്? ശക്തര് ചേരുമ്പോൾ ഒരു ശക്തൻ തോക്കണമല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോ മത്സരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ ഒരിക്കലും തോക്കാത്തവരല്ലല്ലോ, തോറ്റിട്ടുള്ളവരാണ്. അപ്പോൾ ആ ശക്തർ എന്നുള്ള പട്ടികയിലേക്ക് വരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ വ്യക്തികൾ തമ്മിലല്ല മത്സരം. ഒരിക്കലും വ്യക്തികൾ തമ്മിലല്ല മത്സരം. ആരെങ്കിലും ഒരാൾ ശക്തൻ, ഒരാൾ അശക്തൻ, ഒരാൾ കുറച്ച് സ്വാധീനം കുറഞ്ഞ ആൾ, അങ്ങനെ ഞാൻ കാണുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ശക്തിയുണ്ട്. വിഷയം ഇവിടെ മുന്നണികൾ തമ്മിലാണ് മത്സരം, ആശയങ്ങൾ തമ്മിലാണ് മത്സരം. അതിൽ ഞങ്ങളെല്ലാം പ്രതീകങ്ങളായി നിൽക്കുന്നതേ ഉള്ളൂ. ആശയ മുന്നണിയാണ് പ്രധാനം. മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ആശയങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വന്യജീവി ആക്രമണം അടക്കം വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് അരുവിക്കര. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഇടപെടലൊന്നും MLA നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് അപ്പുറത്ത് വരുന്നത്. അതിനെന്താ മറുപടി കൊടുക്കാറുള്ളത്? തികച്ചും തെറ്റായിട്ടുള്ള അഭിപ്രായമാണ് ആ പറഞ്ഞത്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗമാകുമ്പോൾ, തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ LDFന്റെ സിറ്റിംഗ് MLA കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനം ചോദിക്കില്ല, പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ മത്സരിക്കുന്ന, അയാൾക്കങ്ങ് പിന്തുണ കൊടുത്ത പോരെന്നല്ലേ ചോദിക്കൂ. അപ്പോൾ അതവർ പറയുന്നതാണ്. നമ്മുടെ മണ്ഡലത്തിനകത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ള മണ്ഡലമാണ്. അത് അരുവിക്കര മണ്ഡലം മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് 48ഓളം മണ്ഡലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ള മണ്ഡലങ്ങളാണ്. അതിന് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതെന്ന് പറഞ്ഞാൽ, പരമാവധി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതെന്ന് പറഞ്ഞാൽ, വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ട്രഞ്ച് കുഴിക്കാൻ പണം നമ്മളെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെൻസിങ് കെട്ടാൻ വേണ്ടിയുള്ള പണം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അരുവിക്കര മണ്ഡലത്തിന്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും ഇത് നടന്നിട്ടുണ്ടെന്നുള്ള അഭിപ്രായം ഞാൻ പറയുന്നില്ല. ഇനി ഈ ഫെൻസിങ് നമ്മൾ കെട്ടിയ സ്ഥലത്ത് തന്നെ ആന മരം പുഴുത് ആ ഫെൻസിങ്ങിൽ അടിച്ച് എർത്ത് കളഞ്ഞതിന് ശേഷം ഇപ്പുറത്തോട്ട് കയറിയ നിരവധിയായിട്ടുള്ള സംഭവങ്ങളുണ്ട്.
നമ്മൾ കെട്ടിയ ഫെൻസിങ്ങിനെ തന്നെ ആന മരം പുഴുത് അതിലടിച്ച് അതിനെ പൊളിച്ചതിന് ശേഷം ഇറങ്ങി വന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് ഈ വനവുമായി ചേർന്ന് കിടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലുള്ള സംഭവമാണ്. അതിന് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് LDF UDF ഒന്നുമില്ല. ഈ മൃഗങ്ങൾക്ക് LDF UDF അറിഞ്ഞും കൂടാ. അവിടുത്തെ MLA ആരാണെന്ന് നോക്കിയിട്ടല്ല വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. പക്ഷേ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ ഉണ്ടായാൽ അവർക്ക് ചികിത്സാ ധനസഹായം ലഭിക്കുന്ന കാര്യത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള മാക്സിമം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അരുവിക്കര മണ്ഡലത്തിൽ ഉണ്ടായ വന്യമൃഗ ആക്രമണങ്ങൾക്കെല്ലാം ഉത്തരവാദി LDFന്റെ MLAയോ LDF സർക്കാരോ ആണെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള പരാമർശമാണ്. ഞങ്ങളത് തടയാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ വിശദീകരിച്ചത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കാൻ തയ്യാറാണ്. ഇപ്പൊ എല്ലായിടത്തും ഡീൽ വിവാദമൊക്കെയാണ് നടക്കുന്നത്. അരുവിക്കരയിൽ അങ്ങനെ ഒരു ഡീലുണ്ടോ, അങ്ങനെ ഒരു തോന്നലുണ്ടോ? അങ്ങനെ തോന്നല് ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം നേരത്തെ ഇല്ലായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹുസൂർ അയാൾ അവിടെ നിന്ന് രാജിവെച്ചിട്ടൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അയാൾ പറയുന്നത് കേട്ടു, തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഡീലുണ്ട്, അത് 3 മണ്ഡലങ്ങളെ കണക്ട് ചെയ്താണ് ഡീല് പറഞ്ഞത്. 1 നേമം, 2 വട്ടിയൂർക്കാവ്, 3 അരുവിക്കരയാണ്. ആ 3 മണ്ഡലങ്ങളെ കണക്ട് ചെയ്ത് ഞാൻ ആ സുഹൃത്തിനെ ഇന്നുവരെ കണ്ടിട്ടില്ല, പരിചയമില്ല. അയാൾ ഈ പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് തന്നെ. അതും കൂടെയുള്ള ആളുകളാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്, അരുവിക്കരയുടെ പേരും പറഞ്ഞത്. അപ്പം എന്ത് പറഞ്ഞെന്ന് അറിയാനാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ഒരു വോട്ട് കച്ചവടം ചില രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ മുമ്പ് നടത്തിയിട്ടുള്ള ചരിത്രങ്ങൾ ധാരാളം ഉണ്ട്. 2021 നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ BJP അവരുടെ രാഷ്ട്രീയ വോട്ടുകളെല്ലാം പിടിച്ചു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അവരുടെ സംസ്ഥാന സെക്രട്ടറി മത്സരിച്ച തെരഞ്ഞെടുപ്പ് 15,000 വോട്ടേ 15,000 സംതിങ് വോട്ടേ അവർ പിടിച്ചിട്ടുള്ളൂ. ബാക്കി അവരുടെ പൊളിറ്റിക്കൽ വോട്ട് എവിടെ, ആർക്ക് കൊടുത്തു? അവർ വിശദീകരിക്കേണ്ടതാണ്. ഞങ്ങൾ പറഞ്ഞു അത് കോൺഗ്രസിന് കൊടുത്തെന്ന്. ഈ നിമിഷം വരെ ആരും അത് നിഷേധിച്ചിട്ടില്ല. നിഷേധിച്ചാൽ ഉടനെ തന്നെ മുമ്പ് BJP കിട്ടിയ വോട്ടിന്റെ കണക്ക് ഞങ്ങൾ പുറത്തുവിടും. വസ്തുതയില്ലാത്ത കാര്യങ്ങളൊന്നും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തുന്നയിച്ചാലും അതിൽ വസ്തുത വേണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം കഴിഞ്ഞ പ്രാവശ്യം ഉന്നയിച്ചിരുന്നു. ഈ നിമിഷം വരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല. അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഴയ വോട്ടിന്റെ കണക്ക് പുറത്തുവിടേണ്ടതായി വരും. അപ്പോൾ ആ പഴയ ചരിത്രവും ഇപ്പോൾ ഹുസൂർ പറഞ്ഞ അഭിപ്രായവും കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ ചെയ്യുന്നത് സദാചാരമല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കരുത്. രാജ്യം ഭരിക്കുന്ന പാർട്ടി അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം. അങ്ങനെ ചെയ്യുമോ ചെയ്യൂല എന്നുള്ള കാര്യം ഈ പോളിംഗ് കഴിഞ്ഞ് കൗണ്ടിങ്ങിലേക്ക് എത്തിയാലേ മനസ്സിലാവുള്ളൂ. പോളിംഗ് ദിവസം ഏകദേശം നമുക്ക് മനസ്സിലാവും. പക്ഷേ പൂർണ്ണ വ്യക്തത വരുന്നത് കൗണ്ടിങ് ദിവസമാണ്. അപ്പോൾ അവരവരുടെ പ്രവർത്തനം നന്നായി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള അഭിപ്രായമാണ്. ഇപ്പൊ അരുവിക്കര മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു? അതായത് ഏതെങ്കിലും തരത്തിൽ അല്ല, അവര് കളത്തിൽ വന്നതല്ലേ ഉള്ളൂ. ഞാൻ നേരത്തെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ 13 മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴൊന്നും ഇവിടെ പ്രഖ്യാപിച്ചില്ല. ബാക്കി മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഒരാഴ്ച വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സ്ഥിതി വന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല. അത് അവർ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഒരാഴ്ച ഒരു സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് നമുക്ക് ചുരുങ്ങിയ ദിവസമേ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനകത്ത് ഞങ്ങളെ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. 5 മിനിറ്റ് പോലും കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അവർ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച സ്ഥലങ്ങളുണ്ട്, എന്നാൽ ഇവിടെ അത് പ്രഖ്യാപിച്ചില്ല. അങ്ങനെ ഒരു സമയനഷ്ടം അവർക്ക് വന്നിട്ടുണ്ട് ഇവിടെ. അതൊക്കെ അവര് ഗൗരവത്തിലല്ല ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഗൗരവത്തിൽ കാണുന്നത് എങ്ങനെ, ഗൗരവമില്ലാതെ കാണുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ തോന്നി. ഇവർ കുറച്ചുകൂടെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരുടെ പ്രവർത്തനം നടത്തി കാണുന്നില്ലല്ലോ എന്ന് തോന്നി. അതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ. ഏതായാലും നല്ല ചൂടാണ്. അപ്പോൾ ചൂടിന് പ്രചരണം ഒരു തടസ്സമാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രചരണ ചൂട് ആ ചൂടിനെ
കാലാവസ്ഥ ഏതായിരുന്നാലും രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതാത് കാലത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. കാലാവസ്ഥ എങ്ങനെ ഇരുന്നാലും കടുത്ത വേനലാണ് എന്നുള്ളതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ നമ്മുടെ പ്രചരണങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷമായിട്ട് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും മറ്റു ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ സമയം തികയില്ല, രാവിലെ മുതൽ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കടുത്ത വേനൽ വരുന്ന ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ നിർത്തിയിട്ട് പിന്നെ ഒരു 3 മണിക്ക് ആരംഭിക്കുക എന്നുള്ള നിലയിലുള്ള ഒരു ക്രമീകരണമാണ് പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അരുവിക്കര മണ്ഡലത്തിൽ അനുവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ വന്നപ്പോ ജി സ്റ്റീഫന്റെ പ്രചരണ വണ്ടി ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ലോഡിംഗ് 3.0 ഉണ്ട്, ഇവിടെ ഒരു തുടരുമുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടല്ലേ? അതെ, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രതീകമാണ്. LDF മുന്നോട്ട് വയ്ക്കുന്ന പിന്നെ മുദ്രാവാക്യങ്ങളുടെ ഒരാകത്തുകയാണ് ഈ വാഹനം. അപ്പോൾ തുടരും എന്നുള്ളതുകൊണ്ട് തുടർ ഭരണമാണ്, തുടർച്ചയായ ഭരണമായി മാറും. അതിനു വേണ്ടിയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരെ കാണാനുള്ള വാഹനമാണ് ഈ കിടക്കുന്നത്. അതെ, ഏതായാലും വലിയ പ്രതീക്ഷ. ഈ പറഞ്ഞതുപോലെ ഇതാ ഇങ്ങനെ ഒരു തുടരും എന്ന് എഴുതിയിട്ടുണ്ട്. ജി സ്റ്റീഫൻ തുടരും, ഒപ്പം തന്നെ LDF സർക്കാർ തുടരും എന്നതിന്റെ സൂചനയായാണ് ഈ വാഹനം എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവരുടെ പ്രവർത്തനവും, അതേ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് LDF സ്ഥാനാർത്ഥിയുമുള്ളത്. അത്തരത്തിൽ തന്നെയാണ് പ്രചരണ പരിപാടികൾ അരുവിക്കര മണ്ഡലത്തിൽ നടക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.